Yes. Okay. N vector of t equal to t by dt of capital T vector of t divided by modulus of d by dt of capital T vector of t. ഇതാണ് യൂണിറ്റ് നോർമൽ വെക്ടർ, ഇതാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ഓക്കെ, ഈ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത്. നമുക്ക് തന്നിരിക്കുന്ന ആർ വെക്ടർ ഓഫ് ടി ഈക്വൽ ടു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ്. First question, ti vector plus t square by 2 j vector plus t cube by 3 k vector at t equal to 0. Okay. So t square by 2 t cube by 3. Ti vector plus t square by 2 j vector plus t cube by 3 k vector at t equal to 0. അപ്പോൾ 0 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള യൂണിറ്റ് ടാൻജന്റ് വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയത് ഐ വെക്ടർ ആയിരുന്നു. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ നമുക്ക് കിട്ടിയത് ഐ വെക്ടർ ആണോ ജെ വെക്ടർ ആയിരുന്നു നമുക്ക് ഓർമ്മയില്ല. ഓക്കെ, ഏതായിരുന്നു ഒന്ന് പറയൂ. ഐ വെക്ടർ. ഓക്കെ, ഈ നമ്മൾ യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടി വെക്ടർ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ടി വെക്ടർ ഓഫ് ടി ഡിവൈഡഡ് ഇത് അറ്റ് ടി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അറ്റ് ടി ഈക്വൽ ടു 0 ആണ് നമുക്ക് ഐ വെക്ടർ കിട്ടിയത്. ഡി ബൈ ഡി ടി ഓഫ് ടി വെക്ടർ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു കിട്ടിയത്? ടി ബൈ ഒരു സെക്കൻഡ് ഞാൻ നോക്കിയിട്ട് പറയാം. നിങ്ങളെ ചെയ്തിരുന്ന സംഭവം കിട്ടിയ ആൻസർ നമ്മൾ ചെയ്തിട്ട് ലാസ്റ്റ് നിർത്തിയ പ്രോബ്ലം ഐ വെക്ടർ പ്ലസ് ടി ജെ വെക്ടർ പ്ലസ് ടി സ്ക്വയർ കെ വെക്ടർ ഡിവൈഡഡ് ബൈ root of 1 plus t square plus t raised to 4. ഇതാണ് നമുക്ക് d by dt of t vector of t, അതായത് ക്യാപിറ്റൽ t vector of t കിട്ടും. ക്യാപിറ്റൽ ടി വെക്ടർ ഓഫ് ടി. ഓക്കെ, അതായത് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയതാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റൽ എൻ വെക്ടർ ഓഫ് ടി ആണ് കാണേണ്ടത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫോർമുലയാണ്, ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ ടി വെക്ടർ ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ ടി വെക്ടർ ഓഫ് ടി. സോ നമ്മൾ എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെറ്റ് ഓഫ് ടി സെപ്പറേറ്റ് ആയിട്ട് എഴുതുക, എന്നിട്ട് അതിന്റെ ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എക്സ് ഓഫ് ടി പ്രസന്റ് ചെയ്യുന്ന സ്ക്രീൻ എനിക്ക് കാണില്ല. ആർക്കും കാണുന്നില്ലേ? എനിക്ക് രാവിലെ കെമിസ്ട്രിന്റെ ക്ലാസ്സിന് സ്ക്രീന് കാണുന്നില്ലായിരുന്നു. സോ അത് നിങ്ങളുടെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ബാക്കിയെല്ലാവർക്കും കാണുന്നുണ്ടല്ലോ.
പിൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഒരു ബ്ലാക്ക് സ്ക്രീനാ കാണുന്നത്. സാറ് പ്രസന്റ് ചെയ്യുന്ന സ്ക്രീൻ ഒരു ബ്ലാക്ക് കളറാ കാണുന്നത്. അല്ല, ഞാൻ പ്രസന്റ് ചെയ്യുന്നത് വൈറ്റ് ബോർഡാണ്. ഓക്കെ, എന്തെങ്കിലും അൻഷയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്തുകൊണ്ടായിരിക്കും അത് കിട്ടാത്തത്? ഒരു ഐഡിയ ഉണ്ട് അൻഷാ, പറഞ്ഞു കൊടുക്ക്. അത് ഫസ്റ്റ് വേറെ ആരെങ്കിലും ഒരു ഇത് തോടെ, വേറെ ഇപ്പോ സാറിന്റെ വീഡിയോ കോളില്ല ഒന്ന് തോടെ. എന്താ നീ പറഞ്ഞേ? എനിക്ക് മനസ്സിലാവില്ലല്ലോ. അൻഷ എവിടെ? അൻഷല്ല, നീ പറഞ്ഞു, അൻഷ കേൾക്കുന്നുണ്ടാവും. വേറെ ഒരാളത് തൊട്ട് കണ്ട് പിന്നെ തൊട്ടേ വരും. ഓക്കെ, അതുപോലെ ചെയ്തു നോക്കൂ കേട്ടോ. നമ്മുടെ മുഹമ്മദ് ബാസിൽ പറഞ്ഞൊരു വഴിയാണ്. അത് വേറെ ആരുടെയെങ്കിലും സ്ക്രീനിൽ തൊട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് തൊട്ടാൽ ശരിയാവുന്നു അല്ലേ? അതെ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി പറയോ, ഇന്റത് ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ആയി പോയി. അത് ഇത് വേറൊരാളത് തോടെ, സാറിന്റെ വീഡിയോ തോടെ. ഇന്നലെ എന്റെ അങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തപ്പോ ശരിയായി. അല്ലെ നോക്കി നോക്കേ. എന്ത്? ഓക്കെ, അത് വേറെ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നിങ്ങൾ അത് ക്ലിയർ ചെയ്യൂ. ഓക്കെ, ഫൈൻ. So x of t equal to 1 by root of 1 plus t square plus t raised to 4, y of t equal to t by root of 1 plus t square plus t raised to 4, z of t equal to t square by root of 1 plus t square plus t raised to 4. ഇനി നമ്മൾ ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് കാണാണ്. ഇത് നമ്മൾ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട്, അതായത് d by dt ഓഫ് ടി വെക്ടർ ഓഫ് ടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഡെറിവേറ്റീവ് d by dt ഓഫ് x of t equal to d by dt of 1 by, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 plus t square plus t raised to 4 whole raised to minus 1 by 2. കാരണം ഇവിടെ റൂട്ട് താഴെയാണ്. അപ്പൊ റൂട്ട് താഴെയാകുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 by 2 എന്നാണ്. ഡിനോമിനേറ്ററിലെ 1 by 2 ന്യൂമറേറ്ററിലേക്ക് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് മൈനസ് 1 by 2. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് 1 by 2 ഇൻറ്റു 1 plus t square plus t raised to 4 into minus 1 by 2 minus 1 into ഇതിന്റെ ഡെറിവേറ്റീവ് 2t plus 4t cube. 2t plus 4t cube. ചെയിൻ റൂൾ യൂസ് ചെയ്യുക. ചെയിൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതുക, ഇൻറ്റു ഉള്ളിലത്തെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t, t raised to 4 ഡെറിവേറ്റീവ് 4t cube. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മുടെ ഡിഫറൻസിയേഷൻ ആണ്. സോ മൈനസ് 1 by 2 ഇൻറ്റു 1 plus t square plus t raised to 4 into minus 3 by 2 into 2t plus 4t cube. Okay. ഇതിന് അറ്റ് t equal to 0 കൊടുക്കുക, കാരണം നമുക്ക് 0യിലാണ് ഡെറിവേറ്റീവ് ആവശ്യം. സോ അറ്റ് t equal to 0 കൊടുക്കുക. ഓക്കെ, tക്ക് 0 കൊടുക്കുന്ന സമയത്ത് മൈനസ് 1 by 2 കിട്ടും. സോ d by dt of x of t at t equal to 0. എന്ത് കിട്ടും? ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേമും 0 ആയിരിക്കും. ബാക്കി ഇവിടെ ഒരു 1 മാത്രമേ ഉള്ളൂ. സോ മൈനസ് 1 by 2 ഇൻറ്റു 1 ഇസ് മൈനസ് 1 by 2. സോ എക്സ് കോമ്പോണന്റ് മൈനസ് 1 by 2 എന്ന് കിട്ടി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? നമ്മൾ ഓരോ കമ്പോണന്റ് ഫംഗ്ഷൻസുകളുടെയും ഡെറിവേറ്റീവ് കണ്ടിട്ട് ടിക്ക് 0 കൊടുക്കുകയാണ്. ഓക്കെ, ഓരോ കമ്പോണന്റ് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ് കണ്ടിട്ട് ടിക്ക് 0 കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് മൈനസ് 1 by 2 കിട്ടും. ഇനി നെക്സ്റ്റ് y of t കാണാം. y of t d by dt of y of t, അവിടെ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. എഴുതിയെടുക്കണവർ വേഗം എഴുതിയെടുത്തോളൂ. ഇതേപോലെ y of t ചെയ്യും. ഓക്കെ, y of t ചെയ്യും, പിന്നെ z of t ചെയ്യും. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ കിട്ടും, പിന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി.
നമ്മൾ ഈ ലൈവ് ക്ലാസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് ഡൗട്ട് അപ്പൊ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം t ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ടിക്ക് 0 കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് y ഓഫ് ടി എഴുതാം. y ഓഫ് ടി എഴുതിയെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നോക്കി എഴുതിയെടുത്താലും മതി. ഓക്കെ, y ഓഫ് ടി ഈക്വൽ ടു പരമാവധി ഒപ്പം എഴുതി പോവാം. ഓക്കെ, y ഓഫ് ടി ടി ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി റേസ് ടു 4. സോ ഇത് ഡെറിവേറ്റീവ് എടുക്കാൻ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ഡി ബൈ ഡി ടി ഓഫ് y ഓഫ് ടി ഈക്വൽ ടു root of 1 plus t square plus t raised to 4 into d by dt of t minus t into d by dt of root of 1 plus t square plus t raised to 4 divided by സാധാരണ റെക്കോർഡ് ചെയ്യുമ്പോൾ മേലെ റെക്കോർഡ് കാണിക്കലുണ്ട്, ഇതിൽ കാണിക്കലില്ല. ഇപ്പോ സർ റെക്കോർഡ് ചെയ്യാൻ മറന്നോ? ഇല്ല, ഞാനതേ OBS സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതെന്താന്ന് വെച്ചാല് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം നിങ്ങൾക്ക് ഈ വൈറ്റ് ബോർഡ് മാത്രമായിട്ട് റെക്കോർഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ നോട്ട് എഴുതിയെടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ 1 plus t square plus t raised to 4. So that is equal to root of 1 plus t square plus t raised to 4 into d by dt of t എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് t into ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതിനെ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതുക. സോ ഇറ്റ് ഈസ് 1/2 into 1 plus t square plus t raised to 4 into 1/2 minus 1 into 2t plus t cube 4t cube 2t plus 4t cube divided by 1 plus t square plus t raised to 4. ഓക്കെ, ഇനി വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ടിക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുന്ന സമയത്ത് ഡി ബൈ ഡി ടി ഓഫ് y ഓഫ് ടി എന്ത് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് y ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു 0. ഇതുവരെ സിംപ്ലിഫൈ ഒന്നും വേണ്ട, ജസ്റ്റ് ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും. ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി 0 ആവും. ഡിനോമിനേറ്ററിൽ 1 ആവും, ന്യൂമറേറ്ററിലും 1 ആവും. സോ d by dt of y of t equal to at t equal to 0 is 1. Is it clear? അത് ടിക്ക് 0 കൊടുക്കുക. നമ്മൾ എക്സ് ഓഫ് ടിയിൽ കൊടുത്ത പോലെ ഇവിടെയും ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും, ഈ ടേം കംപ്ലീറ്റ്ലി 0 ആവും. കാരണം ഇവിടെ 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 ആണ്. സോ ഈ മൈനസിന് ഇപ്പുറത്തുള്ള ടേം കംപ്ലീറ്റ്ലി 0 ആവും. ഇവിടെ ടിക്ക് 0 കൊടുക്കുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ ഈ ടേമും 0 ആവും. അപ്പൊ ഡിനോമിനേറ്ററിൽ ബാക്കി ഒരു 1 ഉണ്ടാവും, ഇവിടെ ഒരു 1 ഉണ്ടാവും. സോ ഇറ്റ് ഈസ് 1/1 equal to 1. ചോദിച്ചോളൂ. അവിടെ എന്താ ഇതിന്റെ നേരെ മുകളിലുള്ളതില്ലേ 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി റൈസ് ടു 4 അല്ലേ? ഇവിടെ ഇങ്ങനെ 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി റൈസ് ടു 4 ഹോൾ റൈസ് ടു 1/2 മൈനസ് 1 വന്ന്. അതായത് ഇവിടെ നമ്മൾ റൂട്ടിനെ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാം. ശരിയല്ലേ? ഒന്നും വേണ്ട. ഡി ബൈ ഡി ടി ഓ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്താ? 1/2 റൂട്ട് എക്സ് അല്ലേ? അല്ലേ? ഇതേ തന്നെ 1/2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 1/2 എന്ന് എഴുതിക്കൂടെ? അതൊക്കെ അവിടെ -1/2 ഇവിടെ -1 എഴുതിയില്ലേ? അല്ല, ഇവിടെ 1/2 -1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -1/2 അല്ലേ? അങ്ങനെ. ഓക്കെ, അതായത് നമ്മൾ ഇതിനെ റൂട്ട് എക്സിനെ നമ്മൾ എക്സ് റൈസ് ടു -1/2 എന്ന് എഴുതി, അല്ല എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതി. എന്നിട്ട് എക്സ് റൈസ് ടു എന്നിന്റെ ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പൊ 1/2 ഇൻറ്റു എക്സ് റൈസ് ടു 1/2 മൈനസ് 1. ഓക്കെ, അങ്ങനെ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്താലും കറക്റ്റ് ആൻസർ തന്നെയായിരിക്കും. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല.
അപ്പൊ നിങ്ങൾക്ക് ഇതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി 1/2√(1 + t² + t⁻⁴ into 2t + 40³ എഴുതിയാലും മതി. കറക്റ്റ് ആൻസർ ആയിട്ട്. ഓക്കെ. എനിവേ ടിക്ക് 0 എടുക്കുമ്പോൾ this term completely becomes 0 and this term become 1 and denominator become 1, so it is 1/1 equal to 1. Clear ആയോ? Any doubt? Any doubt? ഇതാ സൈൻ അപ്പ് ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ. ഋഷിലില്ലേ ഋഷില്? ഋഷിൽ ബി പി. ഓക്കെ ഋഷിന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല. ഫൈൻ. എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ഞാൻ കറക്റ്റ് ആയിട്ട് അറ്റൻഡൻസ് എടുക്കും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇസെറ്റ് ഓഫ് ടി ട്ടോ. ഇസെറ്റ് ഓഫ് ടി ഇതെല്ലാം എഴുതിയെടുക്കുക. ജസ്റ്റ് പെട്ടെന്ന് എഴുതിയെടുക്കുക. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തു. ടിക്ക് 0 ഇട്ടു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. നെക്സ്റ്റ് z of t. Z of t is equal to t square by root of 1 plus t square plus t raised to 4. So d by dt of z of t equal to quotient rule applied by root of 1 plus t square plus t raised to 4 into d by dt of t square minus t square into d by dt of root of 1 plus t square plus t raised to 4 divided by 1 plus t square plus t raised to 4. The root in the square എടുക്കുമ്പോൾ root പോകും. Okay. So t square derivative 2t. So it is root of 1 plus t square plus t raised to 4 into 2t minus t square into d by dt of this one is 1/2 root of Marshina പറഞ്ഞ പോലെ ചെയ്യാം. 1/2 root of 1 plus t square plus t raised to 4 into 2t plus 4t3. Okay, ഈ റൂട്ടിന്റെ അകത്തുള്ള ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ. That is 2t minus 4t3 divided by 1 plus t square plus t raised to 4. So ഇവിടെ t ക്ക് 0 എടുക്കുമ്പോൾ this term becomes 0 and this term becomes 0 and denominator is 1. Therefore 0/1 equal to 0. Okay. So d by dt of z of t at t equal to 0 is 0. ഇവിടെ t ക്ക് 0 എടുക്കുമ്പോൾ ന്യൂമറേറ്റർ കംപ്ലീറ്റ്ലി 0 ആവും. ഡിനോമിനേറ്റർ 1 ആവും. സോ ഇറ്റ് ഈസ് 0/1 കിട്ടും. സോ 0 കിട്ടും. ഓക്കെ. സോ നമുക്ക് t dash of 0 എന്ന് പറയുന്നത് okay. So d by dt of z of t ചെയ്യുക. z of t quotient rule apply ചെയ്യുക.
എന്നിട്ട് ടിക്ക് 0 കൊടുക്കുക. സോ ഡി ബൈ dt ഓഫ് സെറ്റ് ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു 0, ന്യൂമറേറ്റർ ബിക്കം 0 ആൻഡ് ഡിനോമിനേറ്റർ ഇസ് 1, സോ ഇറ്റ് ഈസ് 0. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഓരോ കമ്പോണന്റ് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിൽ ടിയിലേക്ക് തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 0 ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് വേണ്ടത് ടി ഓഫ് ടി ആണ്. ടി ഓഫ് ടി തന്നിട്ടുണ്ട്. ഓക്കെ, ടി ഓഫ് ടി തന്നിട്ടുണ്ട്, അല്ല ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിച്ചു. ആ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിൽ ടി ഓഫ് ടിന്റെ ഡെറിവേറ്റീവ് കാണണം. ഡെറിവേറ്റീവ് കാണാൻ ഓരോ കമ്പോണന്റ് ഫംഗ്ഷൻസ് കൊടുത്തിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കാണും. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഏത് പോയിന്റിലാണോ ഡെറിവേറ്റീവ് കാണേണ്ടത് ആ പോയിന്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ടോപ്പിക്സ് ആണ്. 3 മാർക്കിന്റെ ചോദ്യമൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, സോ ടി വെക്ടർ ഓഫ് 0 ഈക്വൽ ടു നമുക്ക് കിട്ടിയ -1/2 ഐ വെക്ടർ അല്ലെ. എക്സ് ഓഫ് ടിക്ക് 0 എടുത്തപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടിക്ക് 0 എടുത്തപ്പോൾ കിട്ടിയത് -1/2 ഐ വെക്ടർ പ്ലസ് 1/2 ജെ വെക്ടർ. ഓക്കെ, കെ വെക്ടറിന്റെ കമ്പോണന്റ് 0 ആയിപ്പോയി. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. മോഡുലസ് ഓഫ് ടി വെക്ടർ ഓഫ് 0 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് -1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. So that is root of 1/4 plus 1/4 equal to 1/√2. 1/√2. 1/4 plus 1/4 is 1/2. So 1/√2. Okay. So answer n vector of t equal to unit normal vector equal to -1/2 I vector plus 1/2 j vector divided by 1/√2. ഈ √2 ആണ് ഈ മുകളിലേക്ക് കൊണ്ടുപോകാം. സോ -√2/2 I vector plus -√2/2 j vector. So that is -1/√2 I vector plus 1/√2 j vector. ആ ചോദിച്ചോളൂ. ആ ടി വെക്ടർ ഓഫ് 0 1/2 ജെ വെക്ടർ എങ്ങനെ വന്നു? 1/2 അല്ല 1 ആണ് അല്ലേ? അവിടെ 1 ആണ്. ഞാനത് എഴുതിയപ്പോ തെറ്റിയതാണ്. അവിടെ 1 ആണ് അല്ലേ? നമ്മൾ y ഓഫ് ടി കിട്ടിയപ്പോ നമുക്ക് 1 ആ കിട്ടിയത്. യെസ്, കറക്റ്റ്. താങ്ക് യു. നിത ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വെരി ഗുഡ്. സോ ഇവിടെ 1 ആണ്. സോ ജെ വെക്ടർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ പ്ലസ് കുറച്ച് വലുതാക്കി. സോ ഇവിടെ 1 സ്ക്വയർ ആവും. Plus 1. 1 square is 1. So 1 plus 1/4. 1 plus 1/4 is 1 plus 1/4 എത്ര വരിക? മൊത്തം ഒന്നുകൂടെ ചെയ്യാം. ടി വെക്ടർ ഓഫ് ടി ഈക്വൽ ടു ടി വെക്ടർ ഓഫ് 0 ഈക്വൽ ടു -1/2 I vector plus j vector. So modulus of t vector of 0 equal to root of -1/2 square plus 1 square. So that is root of 1/4 plus 1 is equal to root of 5/4. So √5/2. √5/2. So the divide here. So n vector of t equal to -1/2 I vector plus j vector divided by √5/2. √5/2. So നമ്മൾ ഈ 2 മുകളിലേക്ക് പോകുമ്പോൾ 2/√5
√5 into 2 മൈനസ് ഉണ്ടാവും I വെക്ടർ പ്ലസ് 2/√5 j വെക്ടർ. So 2 വും 2 cancel ചെയ്തു. So it is minus 1/√5 I vector plus 2/√5 j vector. So this is the unit normal vector. Okay. This is the unit normal vector. So unit normal vector കാണാൻ പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ആദ്യം ടി വെക്ടർ ഓഫ് ടി കാണുക, അതിനുശേഷം ടി വെക്ടർ ഓഫ് ടിയിൽ ടിക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് ടി വെക്ടർ ഓഫ് ടി ഇത് ശരിക്കും ഇത് ടി വെക്ടർ ഓഫ് 0 അല്ല കേട്ടോ, d/dt ഓഫ് ടി വെക്ടർ ഓഫ് 0 ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഇത് ടി വെക്ടർ ഓഫ് 0 അല്ല, ടി വെക്ടർ ഓഫ് 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ജെ വെക്ടറിന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് ശരിക്കും ടി വെക്ടർ d/dt ഓഫ് ടി വെക്ടർ ഓഫ് 0 ആണ്. d/dt ഓഫ് ടി വെക്ടർ അത് ഡെറിവേറ്റീവിലാണ്, ടി വെക്ടർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവിലാണ് നമ്മൾ 0 കൊടുത്തത്. ഓക്കെ, ടി വെക്ടർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവിലാണ്. അപ്പൊ d/dt ഓഫ് മോഡുലസ് ഓഫ് d/dt ഓഫ് ടി വെക്ടർ ഓഫ് 0. ഇതാണ് മോഡുലസ് ഓഫ് d/dt ഓഫ് ടി വെക്ടർ. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n വെക്ടർ ഓഫ് ടി കിട്ടും. അപ്പോൾ ആദ്യം ടി വെക്ടർ ഓഫ് ടി കാണാം. ടി വെക്ടർ ഓഫ് ടിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡോട് ഡിവൈഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടും. ആ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കിട്ടും. യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ആദ്യം ആർ വെക്ടർ ഓഫ് ടി ആണ് ക്വസ്റ്റ്യനിൽ തരിക. ആർ വെക്ടർ ഓഫ് ടിനെ ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് അതിനെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ടി വെക്ടർ ഓഫ് ടി കിട്ടും. ഓക്കെ, അതിനുശേഷം എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അറ്റ് ദാറ്റ് പോയിന്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ അറ്റ് ദാറ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പൊ യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ടി വെക്ടർ ഓഫ് ടി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ട് അതിനെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് അതിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് തന്നിരിക്കുന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ കുറച്ച് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടി ഡെറിവേറ്റീവ് കണ്ടപ്പോൾ തന്നെ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഡെറിവേറ്റീവ് കണ്ടിട്ട് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും കറക്റ്റ് ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇവിടെ കമ്പോണന്റ് ഫംഗ്ഷൻസ് ആണ് തന്നിട്ടുള്ള, ആർ വെക്ടർ ഓഫ് ടി അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ് ഇസ് ഈക്വൽ ടു കോസ് എച്ച് ടി, വൈ ഈക്വൽ ടു സൈൻ എച്ച് ടി, ഇസഡ് ഈക്വൽ ടു ടി. ഇതിനെ എങ്ങനെ ആർ വെക്ടർ ഓഫ് ടിയുടെ ഫോമിൽ എഴുതുക? ആർ വെക്ടർ ഓഫ് ടിയുടെ ഫോമിൽ എഴുതുമ്പോൾ ആർ വെക്ടർ ഓഫ് ടി ഈക്വൽ ടു കോസ് എച്ച് ടി ഐ വെക്ടർ പ്ലസ് സൈൻ എച്ച് ടി ജെ വെക്ടർ പ്ലസ് ടി കെ വെക്ടർ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ക്വസ്റ്റ്യൻ ആണ് 5-ലെ ബി ക്വസ്റ്റ്യൻ. 5-ലെ ബി, എക്സ് എന്ന് പറയുന്നത് കോസ് എച്ച് ടി ആണ്, വൈ എന്ന് പറയുന്നത് സൈൻ എച്ച് ടി ആണ്, സെറ്റ് എന്ന് പറയുന്നത് ടി ആണ്. അപ്പൊ നമ്മൾ എക്സിന് സ്ഥാനത്ത് കോസ് എച്ച് ടി ഐ വെക്ടർ പ്ലസ് വൈക്ക് സ്ഥാനത്ത് സൈൻ എച്ച് ടി ജെ വെക്ടർ പ്ലസ് ടി കെ വെക്ടർ. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ്. ഞാൻ ലാസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞു തന്നിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ടൈപ്പ് ഓഫ് ട്രിഗണോമെട്രിക് അല്ലാതെ ഉള്ള ഒരു ഫംഗ്ഷൻസ് ആണ് കോസ് എച്ച് ടി സൈൻ എച്ച് ടി ഒക്കെ. കോസ് എച്ച് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് ടി ആണ്. കോസ് എച്ച് ടി ഈക്വൽ ടു സൈൻ എച്ച് ടി ആണ്. സൈൻ എച്ച് ടിയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് ടി ആണ്. ഓക്കെ, സോ d/dt ഓഫ് കോസ് എച്ച് ടി എന്ന് പറയുന്നത് സൈൻ എച്ച് ടി ആണ്, d/dt ഓഫ് സൈൻ എച്ച് ടി എന്ന് പറയുന്നത് കോസ് എച്ച് ടി ആണ്. അപ്പൊ നമ്മൾ ഓരോന്നിനും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ d/dt ഓഫ് ആർ വെക്ടർ ഓഫ് ടി ഈക്വൽ ടു കോസ് എച്ച് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് ടി, സൈൻ എച്ച് ടി ഐ വെക്ടർ പ്ലസ് സൈൻ എച്ച് ടിയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് ടി ജെ വെക്ടർ, ടിയുടെ ഡെറിവേറ്റീവ് 1, സോ പ്ലസ് കെ വെക്ടർ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം, മോഡുലസ് ഓഫ് d/dt ഓഫ് ആർ വെക്ടർ ഓഫ് ടി.
സോ റൂട്ട് ഓഫ് സൈൻ എച്ച് സ്ക്വയർ ടി. ഒരിക്കലും സൈൻ സ്ക്വയർ എച്ച് ടി എഴുതരുത്. സൈൻ എച്ച് എന്നുള്ളതാണ് ഫംഗ്ഷൻ, നോട്ട് സൈൻ. ഓക്കെ, സൈൻ എച്ച് എന്നുള്ളത് ഒന്നിച്ചൊരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പൊ സൈൻ എച്ച് എന്നാണ് നമ്മൾ പറയാം. സൈൻ എച്ച് 1 അല്ലെങ്കിൽ സൈൻ എച്ച് 2 എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഒരിക്കലും സൈൻ ഓഫ് എച്ച് 1 എഴുതരുത്, ദാറ്റ് ഈസ് റോങ്. ഓക്കെ, സൈൻ എച്ച് 1, സൈൻ എച്ച് 2, ത്രീ, അങ്ങനെ ദാറ്റ് ഈസ് എ ഹൈപ്പർബോളിക്. സർ സൈൻ എച്ച് ടി മൈനസ് അല്ല കോസ് എച്ച് ടിന്നത് മൈനസ് സൈനല്ലേ വരാ? അല്ല അല്ല അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ല ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ വേറെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ കോസ് എച്ച് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് ടി ആണ്, സൈൻ എച്ച് ടിയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് ടി ആണ്. ഓക്കെ, ഞാൻ കുറച്ച് ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്, അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഈ ഒരു Yes, sir. ഇതിൽ കണ്ടോ സൈൻ എച്ച് എക്സ്, കോസ് എച്ച് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ്. ഇവിടെ ഡെറിവേറ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ഡെറിവേറ്റീവ്സ് സൈൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ് ആണ്, കോസ് എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ് ആണ്, ടാൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് ഇവിടെ സീക്ക് എച്ച് സ്ക്വയർ എക്സ് ആണ്. പക്ഷെ കൊസീക്ക് എച്ച് എക്സ് ആകുമ്പോൾ മാറും, മൈനസ് വരും. മൈനസ് കൊസീച്ച് എക്സ് കോട്ട് എക്സ് എച്ച് എക്സ് വരും. ഓക്കെ, സോ ഇതൊന്ന് പഠിച്ചു വെക്കണം. ഈ ഡെറിവേറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യം വരാവുന്നതാണ്. ഓക്കെ, അതുപോലെ കോസ് എച്ച് സ്ക്വയർ മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 കേട്ടോ. കോസ് എച്ച് സ്ക്വയർ എക്സ് നമ്മൾ സാധാരണ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ എഴുതുക. അത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ കേസിലാണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ കേസിൽ കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ആണ് 1 ആയിട്ട് വരും. കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ആണ് 1 ആയിട്ട് വരും. അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മളിപ്പോ സൈൻ എച്ച് സ്ക്വയർ ടി പ്ലസ് കോസ് എച്ച് സ്ക്വയർ ടി പ്ലസ് 1 വരും. ഓക്കെ, 1 സ്ക്വയർ 1 തന്നെയാണ്, 1 സ്ക്വയർ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ കോസ് എച്ച് സ്ക്വയറിനെ 1 എഴുതാൻ പറ്റില്ല. ഓക്കെ, സാധാരണ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ 1 എഴുതും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 എഴുതും. ഇവിടെ സൈൻ സ്ക്വയർ എക്സ് അല്ല, സൈൻ എച്ച് സ്ക്വയർ എക്സ് ആണ്. അതായത് സൈൻ എച്ച് എന്ന് പറയും, നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈൻ എച്ച് കോസ് എച്ച് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്. ഓക്കെ, അതായത് ആർ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ സൈൻ കോസ് എച്ച് സ്ക്വയർ ടി മൈനസ് സൈൻ എച്ച് സ്ക്വയർ ടി ഈക്വൽ ടു 1 ആണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് കാണിച്ചത്. കോസ് എച്ച് സ്ക്വയർ ടി മൈനസ് സൈൻ എച്ച് സ്ക്വയർ ടി 1 ആണ്. സോ കോസ് എച്ച് സ്ക്വയർ ടി നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി എഴുതാം. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സൈൻ എച്ച് സ്ക്വയർ ടി പ്ലസ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി plus 1. So that is root of 2 plus 2 sin h square t. So 2 common ആയിട്ട് എടുക്കുക. So root of 2 into 1 plus sin h square t. Okay. So 1 plus sin h square t is cos h square t. So root of 2 cos h square t. So that is root 2 into root of cos h square t. Root of cos h square t is cos h t. So it is root 2 cos h. So magnitude is root 2 cos h. Root 2 cos h. Is it clear? Any doubt? Any സംശയം ഉണ്ടോ? Any doubt? So clear. Okay. So cos h t sin h t എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. അതിൽ കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറെ ഐഡന്റിറ്റീസ് കിട്ടും. അത് ആ ഐഡന്റിറ്റീസ് എല്ലാം ഒന്ന് എഴുതിയെടുക്കുക.
ഗൂഗിളിൽ നോക്കിയാൽ മതി. ഞാനിപ്പോൾ സെർച്ച് ചെയ്ത പോലെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അതല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് കിട്ടും. ഞാനത് സ്പെഷ്യലായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഐഡന്റിറ്റീസ് ഒക്കെ കണ്ടുപിടിച്ച് പഠിക്കണം. ഓക്കെ, എല്ലാതും ഞാൻ തരികയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ല, എനിക്കിപ്പോൾ കാണാതൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നമ്മൾ ഐഡന്റിറ്റീസ് കിട്ടും. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഇതിൽ സെർച്ച് ചെയ്തിട്ട് ഐഡന്റിറ്റീസ് എടുക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ഹിയർ? സോ നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയത് √2 കിട്ടി. അപ്പൊ ടി വെക്ടർ ഓഫ് ടി എന്ത് വരും? ടി വെക്ടർ ഓഫ് ടി ഈക്വൽ ടു സൈൻ എച്ച് ടി ഐ വെക്ടർ പ്ലസ് കോസ് എച്ച് ടി ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ ഡിവൈഡഡ് ബൈ √2 cos ht. So sin ht by cos ht can be written as tan ht. So that is 1 by √2 tan ht I vector. Cos ht യും cos ht യും cancel ചെയ്യാം. ഈ cos ht യും ഈ cos ht യും. So that is 1 by √2 j vector. ഇവിടെ 1 by √2 1 by cos ht നെ നമുക്ക് sec ht നെ എഴുതാം. So it is 1 by √2 sec ht k vector. So that is the tangent vector. T vector of t equal to 1 by √2 tan ht I vector plus 1 by √2 j vector plus 1 by √2 sec ht k vector. ഇനി നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് t equal to log 2 ആണ്. log 2 ആണ് തോന്നുന്നു. ജസ്റ്റ് നോക്കട്ടെ വെയിറ്റ്. യെസ്, t equal to log 2 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ t ക്ക് സ്ഥാനത്ത് log 2 കൊടുക്കും. അപ്പൊ tan h of log 2, tan h of log 2 ന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ സെർച്ച് ചെയ്താൽ മതി. tan h of log 2 അത് കാൽക്കുലേറ്ററിൽ ഉണ്ടാവും. നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ tan h sec h ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നോക്കുക. tan x ന്റെ ഷിഫ്റ്റ് അടുത്ത് തന്നെ ആയിരിക്കും. ഷിഫ്റ്റ് അടിച്ചാൽ ചിലപ്പോൾ tan h കിട്ടുമായിരിക്കും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിൽ എവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, സോ tan h ന്റെ വാല്യൂ tan h ഓഫ് t ക്ക് സ്ഥാനത്ത് log 2. tan h ഓഫ് log 2 എത്രയാണ് നോക്കാം. ഓക്കെ, tan h ഓഫ് log 2. ഒരിക്കലും tan ഇട്ടിട്ട് h അടിക്കുകയല്ല ചെയ്യേണ്ടത്. tan h എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നെ കാൽക്കുലേറ്ററിൽ ഉണ്ടാവും. ഓക്കെ, tan h ഓഫ് log 2. അതുപോലെ sec h ഓഫ് log 2 എത്രയാണ് നോക്കാം. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വെക്ടർ കിട്ടും. ആ വെക്ടറാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. നേരത്തെ ചെയ്ത പോലെ തന്നെ യൂണിറ്റ് നോർമൽ കിട്ടാൻ അതൊന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്തിട്ട് ഡെറിവേറ്റീവ് കാണാൻ ഇതിന്റെ ഐഡന്റിറ്റീസ് ഗൂഗിളിൽ നോക്കിയാൽ മതി. ഓക്കെ, ഈ ഐഡന്റിറ്റീസ് ആണ്. sec h t യുടെ ഡെറിവേറ്റീവ് tan h t യുടെ ഡെറിവേറ്റീവ് sec h സ്ക്വയർ t ആയിരിക്കും. tan h t യുടെ ഡെറിവേറ്റീവ് sec h സ്ക്വയർ t ആയിരിക്കും. sec h t യുടെ ഡെറിവേറ്റീവ് മൈനസ് sec h t tan h t ആയിരിക്കും. മൈനസ് sec h t tan h t ആയിരിക്കും. ഓക്കെ, സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ ഓരോ കമ്പോണന്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. എന്നിട്ട് അതിന്റെ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ടു എവരിവൺ? എനി ഡൗട്ട്? സോ ഇതാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും. യൂണിറ്റ് ടാൻജന്റ് വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും ക്ലിയർ ആണോ? എനി ഡൗട്ട്? ഓക്കെ, നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് മോഡ്യൂൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇന്നോ നാളെ ആയിട്ട് ഷെയർ ചെയ്യും. അതിനുശേഷം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. എന്ത് റെക്കോർഡഡ് വീഡിയോ നോക്കുക. സംശയം വരുമ്പോൾ റെക്കോർഡഡ് വീഡിയോ നോക്കുക. ഇതിലിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നാളെ നമുക്ക് 6 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 6, 7, 8 ഒക്കെ നമുക്ക്
അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. Okay. ഞാൻ കുറച്ച് 17 ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ അടുത്ത് തന്നെ ടൈപ്പ് ചെയ്യും. ഫസ്റ്റ് മോഡ്യൂൾ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് ചെയ്യാൻ കിട്ടുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ഡെറിവേറ്റീവ് നന്നായിട്ട് അറിയണം, ഇന്റഗ്രേഷനും കുറച്ച് അറിയണം. നമുക്ക് അറ്റൻഡൻസിന്റെ ഉള്ള സമയമാണ്. സോ അറ്റൻഡൻസ് ഞാൻ ഇപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് അടിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ശേഷം ഇവിടെ വന്നിട്ട് എന്നോട് പറയണം മാർക്ക് ചെയ്തു, എന്നാലേ നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടുള്ളൂ. ഇന്നലെ ഞാൻ കുറച്ച് പേർക്കൊന്നും അറ്റൻഡൻസ് ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് ഡൺ ലേറ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുള്ള സമയം കഴിഞ്ഞിട്ടാണ് അവര് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, T3 ക്ലാസ്സിൽ ഇപ്പൊ അറ്റൻഡൻസ് വരും. T3 ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ T3 എല്ലാവരും പോയി പെട്ടെന്ന് തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. T4 പെടും. ഓക്കെ, അഭിമന്യുവിന് ലെഫ്റ്റ് അടിക്കാം. അഭിമന്യുവിന് ലെഫ്റ്റ് സർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷെരീഫ് ലെഫ്റ്റ് അടിച്ചോളൂ. കമന്റ് ചെയ്താൽ മതി. ഓക്കെ, കമന്റ് ചെയ്താൽ മതി. T4 ഇപ്പൊ അറ്റൻഡൻസ് വരും. അഭിമന്യുവിന് ലെഫ്റ്റ് അടിക്കാം. അംദാൻ ലെഫ്റ്റ് അടിക്കാം. മാർക്ക് ചെയ്തു. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തോളൂ. ഫക്കീമിന് ലെഫ്റ്റ് അടിക്കാം. മാജിദ്, ജുനൈദ്, നബ്ഖാൻ, ജസീം, ആഷിഖ്, അമീൻ, ആദിൽ, അർഷാഖ്. അഭിനവ് മാർക്ക് ചെയ്തില്ലേ? അഭിനവ്, മുഹമ്മദ് ബാസിദ്, അഭിനവ്, ബാസിദ്, ജീവൻ പ്രമോദ്, ഹിഷാം, മുദാസിർ, ഋഷില്, സനാസ്, സാജിദ് അക്രം, ഷഹദ്, ഷിബിൻ സിയാദ്. ഇവിടുന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടില്ല. അവര് പെട്ടെന്ന് ചെയ്തിട്ട് ഇവിടെ കമന്റ് ചെയ്യാം. അൻഷാ പർവീൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടില്ല. ആർദ്ര അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടില്ല. ഫാത്തിമത്തുൽ ഫിദ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടില്ല. നോഷിൻ
നോഷിൻ എവിടെ? നോഷി ഇവിടെ ഉണ്ടോ? രാഹുൽ, ഷഹന ഷെറിൻ, മാർക്ക് ചെയ്തവർക്ക് ലെഫ്റ്റ് അടിക്കാം. ഓക്കെ, ക്ലാസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ? കമന്റ് ചെയ്തില്ല ഇവിടെ? കമന്റ് ചെയ്തോ? കമന്റ് ചെയ്തു. എന്നാ എക്സിറ്റ് അടിച്ചോളൂ, എക്സിറ്റ് അടിച്ചോളൂ. ഓക്കെ ഓക്കെ. ഓക്കെ, മുദാസിർ എവിടെ? മുദാസിർ, മുദാസിർ മാർക്ക് ചെയ്തോ? മുദാസിറിനൊന്നും അറ്റൻഡൻസ് ഇല്ല കേട്ടോ. മുദാസിർ